അരോണ ഫിഷിനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ കണ്ട സോപ്പാണ്, വലിയ ബാർ സോപ്പ്, അതായത് അലക്കണ സോപ്പാണ് കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് ആവശ്യത്തിന് നീളമുള്ള ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ചെയ്യാൻ പോകുമ്പോഴേക്കും ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കയറിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതിന്റെ കാരണം ഉണ്ട് കേട്ടോ, കാരണം ഞാൻ വഴിയെ പറയാം. എന്തായാലും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് കാരണം പറയാവേ. ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി, ഇതിലേക്ക് ഫിഷിന്റെ ഒരു പടം വരച്ച് വയ്ക്കാൻ പോവാനായിട്ടാ. എന്നിട്ട് വേണം ഇതിനകത്ത് കാർവ് ചെയ്യാൻ തുടങ്ങാനായിട്ട്. പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സോപ്പ് ആയതുകൊണ്ട് തന്നെ പെൻസിൽ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു സാധനം കൊണ്ട്, അതായത് നല്ല ഇറുക്കിലാകെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വരച്ചാലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും വരയ്ക്കട്ടെ. ആദ്യം തന്നെ ചുണ്ടിന്നാണ് കേട്ടോ വരക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഏകദേശമൊക്കെ വരച്ച് ചിറകൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, വാലൊക്കെ വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. വേണ്ടാത്ത പീസുകൾ ആദ്യം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഒരുപാട് കയറ്റി കട്ട് ചെയ്യരുത്. സോപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാൻ തുടങ്ങട്ടെ. ചിറകെല്ലാം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേണ്ടാത്തത് മാത്രം കട്ട് ചെയ്ത് കളയട്ടെ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് കണ്ടത് അത് ഇത്രയുമേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഭാഗം ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും അതിന് നീളമുള്ളൂ. അപ്പോൾ എന്താ ഇതേ നീയാക്കുട്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, ഞാൻ പറയാൻ മറന്നു. ഞാൻ കുട്ടീനടക്കം വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടാ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഉച്ചയ്ക്ക് മുൻപായിട്ടില്ലേ ആദ്യം ട്രയൽ എടുത്ത് നോക്കിയതാ. ഇത് കറക്റ്റായിട്ട് കർവ് ചെയ്തേക്കണൊക്കെ നീയാക്കുട്ടിയാണ് കേട്ടോ. നീയാക്കുട്ടി ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആക്കി തന്നിട്ടുണ്ട്. കൊള്ളാട്ടാ. ബാക്കി ഇതിനകത്തില്ലേ ഇപ്പതാ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ, മമ്മി ഞാൻ കട്ട് ചെയ്തോട്ടെ എന്ന്. എന്താണെന്നറിയാവോ, നല്ല രസമാണ് ഈ സോപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ല നീയാക്കുട്ടി, നല്ല രസമുണ്ട്. ഓടിച്ചെന്ന് കൊണ്ട് കാണിച്ചിട്ട് വന്നേ കണ്ടാ. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ഞാൻ പറയാൻ വന്നത്, ഞാൻ ആദ്യം തന്നെ സസ്പെൻസ് എന്താണെന്നറിയാം. സസ്പെൻസ് ഇട്ടൊന്നും അല്ല കേട്ടാ. ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ സത്യമായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുവാണ് കേട്ടോ. അതിൻ്റെ കാരണം ആർട്ട് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ ജോമോൻ ചേട്ടനാണെങ്കിൽ ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തില്ലേ, ഈ എല്ലാ നമ്മുടെ ഫാമിലിയിലുള്ള കല്യാണങ്ങളിലൊക്കെ സമയങ്ങളിലൊക്കെ ഇല്ലേ, ശരിക്കും ഈ തലേ ദിവസം മധുരങ്ങളിലേക്കല്ലേ കാർവിംഗ് വർക്കുകൾ, അതായത് മറ്റേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള കാർവിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നത് ജോമോൻ ചേട്ടൻ. അപ്പോൾ ചെയ്യുമ്പോഴേക്കും നമ്മളും എല്ലാ തിരക്കിലൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും അതിലൊരു അവസരം കിട്ടിയതാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതായാലും സോപ്പിൽ ചെയ്ത് നോക്കാം. കാർവിംഗ് അറിയാല്ല എങ്ങനെയാണ്. ഒട്ടും വേണ്ടാത്ത പീസുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എന്താ ഇപ്പം ആ ഒരു ചിറകും ബോഡി ഭാഗമായിട്ടുണ്ട്, തലയും ബോഡിയും, പിന്നെ അതേ ഇത് കേട്ടോ ചിറക് പോലെയും വന്നിട്ടുണ്ട്, പിന്നെ അതേ ഇവിടെ വാലും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ കുറച്ചൊരു കുഞ്ഞു പീസും കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയാലേ കറക്റ്റ് ആവത്തുള്ളേ. സോപ്പ് ആയതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കയ്യിൽ നിന്ന് പോയാൽ എല്ലാം തീർന്നു. കൊള്ളാല. ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശമൊന്നും ആയിട്ടില്ല, ഇനി കുറേ കട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അതെ ഔട്ടർ മുഴുവൻ കംപ്ലീറ്റ് ഷേപ്പായിട്ട് ഏകദേശമൊക്കെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഫിഷിനൊരു ചെറിയ വളവ് ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഞാനും കൂടി കിടന്ന് വളയുന്നു. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പം ഈ മേൽഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ താഴേലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുന്ന രീതിയിൽ ആ ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തരുത്. അപ്പം ഈ ആദ്യത്തെ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തലയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. കട്ട് ചെയ്ത് വന്നപ്പോഴേക്ക് നന്നായിട്ട് വണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ചെയ്ത് കണ്ടത് ഈ ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ മുകളിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്തപ്പോഴേക്കും താഴെ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എടുത്തപ്പോഴേക്കും ആ ഒരു വളവ് വന്നിട്ടില്ലേ, അതായത് മീൻ ഇങ്ങനെ ചലിക്കുന്നത് പോലുള്ള സെറ്റപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും കംപ്ലീറ്റ് കാർവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ. നോക്കട്ടെ. ഇങ്ങനെ ശരിക്കും ഇല്ല, ഇങ്ങനെ കാർവ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരു സൈഡിൽ നിന്ന് അങ്ങ് വിട്ടുപോകാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കുറേശ്ശെ ആയിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ശരിക്കില്ലേ നല്ല മഴയും ഉണ്ട്, നല്ല കൊതുകും ഉണ്ട് കേട്ടോ. നീ ആ കുട്ടി ഇവിടെ നിന്ന് കൊതുകടി കൊണ്ട് ആകെപ്പാട് ആവശ്യമാകാതെ എഴുന്നേറ്റ് പോയിക്കും കേട്ടോ അകത്തേക്ക്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കണ്ടോണ്ടൊക്കെ ഇരിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷേ നല്ല കൊതുക. ഇനി നമ്മളത് എഡ്ജ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് ആ മീനിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുത്താൻ പോകാൻ. അതായത് ആ ഒരു സ്ലോപ്പില്ലേ മേൽഭാഗത്ത് ഈ ഭാഗത്ത് അത് വരുത്തുവാടെ. ഇതെങ്ങനെ അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടാ. നല്ല രസമാണ് ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിറകുകൾക്ക് തീരെ വണ്ണം കുറവല്ലേ, അതിന് വേണ്ടിയിട്ട് ഈ ബോഡി ഇങ്ങനെ കറക്റ്റ് ഷേപ്പാക്കി അങ്ങ് വെച്ചിട്ട് ബാക്കി പീസ് അങ്ങ് കട്ട് ചെയ്ത് പറ്റുവാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ ഷേപ്പായിട്ടാ. വാലിൻ്റെ ഭാഗത്തും ഇത് കണ്ട ചിറകിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് വണ്ണമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തതിൻ്റെ ചെറിയ പാടുകൾ മാറ്റുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ.
അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ഉണ്ട്. എന്നാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പാട് മാറ്റാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അങ്ങ് വരച്ച് ലെവലാക്കി എടുക്കുവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽഡ് വരക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഫേസിൻ്റെ ഭാഗത്തുള്ള, തലയുടെ ഭാഗത്തുള്ളത് നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരയില്ലേ, ആ ഒരു വര വരച്ചു കൊടുക്കട്ടെ കേട്ടോ. ചെകിള എന്നല്ലേ പറയണം അങ്ങനെ, വരച്ചു കൊടുക്കട്ടെ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ചെതുമ്പലാണ് കേട്ടോ. ചെതുമ്പൽ വരയ്ക്കാനായിട്ട് ഇതേ നോക്കി ഒരു അലൂമിനിയം ഷീറ്റ് എടുത്തിട്ട് ചെറിയൊരു പീസ് ഇട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം 2 സൈസിലെ ചെതുമ്പലിന് വേണ്ടിയിട്ട് ഇതേ ഒരു സൈഡിൽ തീരെ വണ്ണം കുറച്ച്, ഇതേ ഒരു സൈഡിൽ തീരെ വണ്ണം കൂട്ടിയൊക്കെ നമ്മളിങ്ങനെ വളച്ചെടുത്ത് വെച്ചിരിക്കുവാണേ. ഇനി എങ്ങനെയാണ് ചെതുമ്പൽ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഇതെങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ ബാക്കോട്ട് വലിച്ചാൽ മതി കേട്ടോ. നമ്മൾ ചെയ്തു വന്നപ്പോഴേക്കില്ലേ ചെതുമ്പലൊക്കെ ചിലതൊക്കെ ഇങ്ങനെ മങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഇങ്ങനെ ആഴ്ന്നൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്ത വശം നമുക്ക് നല്ലപോലെ ഭംഗിക്കാക്കി എടുക്കാം കേട്ടോ. എന്തായാലും ഇങ്ങനെ ചെയ്തെടുക്കട്ടെ, ചെതുമ്പൽ കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. ഓരോന്ന് ചെയ്ത് വരുമ്പോഴല്ലേ പഠിച്ചു വരണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേ പഠിച്ചു കഴിയുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ തീരാറായി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെതുമ്പൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 സൈഡും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനിയല്ല കേട്ടോ, ഇതിനിടക്ക് തന്നെ ഈ ചെതുമ്പൽ വരയ്ക്കുന്നതിനിടക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് ആ വരണ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞേക്കണമായിരുന്നേ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ കണ്ണും വരയ്ക്കാനുണ്ട്. ദേ ഇവിടെ വാലിൻ്റെ ആ ഒരു വരകളില്ലേ, വാലിൻ്റെ ഒരു ഷേപ്പല്ലല്ല, ആ കറക്റ്റ് മുള്ളിങ്ങനെ വരത്തില്ലേ, അത് വരച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അടുത്തതായിട്ട്. ഇതിനായിട്ട് ഇതേ നമ്മൾ വീണ്ടും എടുത്തിരിക്കുന്നത് അലൂമിനിയം ഷീറ്റ് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു V ഷേപ്പിലാണ് വളച്ചെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ചിറകിനും കൂടി ഇതേപോലെ തന്നെ ആ മുള്ളിങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുവാണേ. അടുത്ത ടൂൾ നോക്കിക്കേ, സ്കെച്ച് പെന്നിൻ്റെ ക്യാപ്പാണ് കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ കണ്ണിങ്ങനെ വെച്ച് വരച്ചു കൊടുക്കുവാണേ. വരച്ചല്ല, ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക. അപ്പോൾ അതെ പെൻസിൽ കൊണ്ടല്ല നടുക്കൊരു കണ്ണിലൊരു കുത്തും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഒരു ഹോളും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും കണ്ണും റെഡിയാവും കേട്ടോ. കംപ്ലീറ്റ് ആയിരുന്നു ബ്രഷ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ അരോണ ഫിഷിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരുന്നു. 1 മണിക്കൂർ കൊണ്ട് ഈ അരോണ ഫിഷ് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരോണ ഫിഷ് തന്നെ പല കളറിലുണ്ടല്ലോ, പക്ഷെ ഉള്ള ഒരു കളർ നോക്കിയിട്ട് എടുക്കാൻ സോപ്പ് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. അവിടെ വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതുമായിട്ട് ചേരുന്ന രീതിയിലുള്ള. അതുകൊണ്ടാണ് നമ്മൾ പിങ്ക് കളറിൽ എടുത്തത്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാവോ കൊള്ളൂലേ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല ഈ സോപ്പിൻ്റെ ബാക്കി കൂടുതൽ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിനകത്ത് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളേ. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ബാക്കി പീസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഉരുക്കിയെടുത്തിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് സോപ്പായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു ക്രാഫ്റ്റ് വർക്കിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ അരോണ ഫിഷിനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.